ഇത്രയും സ്നേഹമുള്ളവരെ, വിളി കേട്ട പുണ്യവാൻ്റെ തിരുനാളിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. 17-ാം തീയതി വെള്ളിയാഴ്ച കൊടികയറ്റമാണ് തിരുനാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. അതേ തുടർന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തിരുക്കർമ്മങ്ങളെല്ലാം ക്രമപ്രകാരം തന്നെ നടക്കും. കാഞ്ഞൂർ പുണ്യവാൻ നമുക്കെല്ലാവർക്കും ഒരു വികാരമാണ്. പുണ്യാളൻ്റെ സവിധത്തിൽ വന്നെത്തുന്ന ഒരുപാട് ജനസഞ്ചയമുണ്ട്. അവരെല്ലാവരും ഇവിടെ വരുന്നത് ഈ പുണ്യവാനിലൂടെ പുണ്യവാൻ്റെ മാധ്യസ്ഥത്താൽ പ്രത്യേക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുണ്യവാൻ്റെ തിരുനടയിൽ വന്ന് യാചിക്കുന്ന ഒരാളെയും വെറും കൈയോടെ പറഞ്ഞയക്കുന്നൊരു പുണ്യവാനല്ല. എല്ലാവരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടി സാധിച്ചു കൊടുക്കുന്ന പുണ്യവാനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. സെബസ്ത്യാനോസിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു സർവ്വസൈന്യാധിപനായിട്ട് സേവനം ചെയ്തിരുന്ന അദ്ദേഹം ക്രിസ്തു വിശ്വാസിയായിരുന്നു. പക്ഷേ ഡയോക്ലീഷ്യൻ ചക്രവർത്തി നേരെ കടകവിരുദ്ധമായ സമീപനം പുലർത്തിയിരുന്ന ആളുമാണ്. ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് സെബാസ്റ്റ്യനെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വ ശ്രമവും നടത്തി പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലാനായിട്ട് തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു വിജനപ്രദേശത്ത് മരത്തിൽ കെട്ടിയിട്ട് ശരീരം മുഴുവൻ അമ്പ് എയ്ത് രക്തം വാർന്നൊലിച്ച് അർത്ഥപ്രാണനായി മരിച്ചെന്ന് കരുതി പടയാളികൾ അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ വഴി വന്ന ഒരു സ്ത്രീ, ഐറിൻ എന്നൊരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അമ്പുകളെല്ലാം സാവധാനം വലിച്ചൂരി ആവശ്യം വേണ്ട പരിചരണം നൽകി മുറിവുകളൊക്കെ വച്ച് കെട്ടി വീണ്ടും അദ്ദേഹം ജീവിക്കാൻ ഇടയായി. അദ്ദേഹത്തിന് ജീവൻ ഉയിര് ഉണ്ടായപ്പോൾ, ആരോഗ്യമുണ്ടായപ്പോൾ തിരികെ തൻ്റെ രാജാവിൻ്റെ അടുക്കൽ തന്നെ ചെന്ന് താൻ ഇപ്പോഴും ക്രിസ്തുവിൽ തന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് വീരോചിതമായ സാക്ഷ്യം നൽകിയപ്പോൾ ചക്രവർത്തി കുപിതനായിട്ട് അദ്ദേഹത്തെ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ കൽപ്പനയിട്ടു. അങ്ങനെ ഗദ കൊണ്ട് അടിയേറ്റാണ് വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ചു വീണത്. മരിച്ചു വീണ സെബസ്ത്യാനോസിൻ്റെ മൃതദേഹം കഴുകന്മാർക്കും നരികൾക്കും ഭക്ഷണമായിട്ട് കൊത്തിവലിച്ച് കീറാൻ ഇട്ടുകൊടുക്കാനായിരുന്നു ചക്രവർത്തിയുടെ ആജ്ഞ. പക്ഷേ ആ സമയം കഴുകനോ നരികളോ ഈ ശരീരത്തിൽ അങ്ങനെ ക്രൂരവിനോദം നടത്താതിരിക്കാൻ, അവർക്ക് ഭക്ഷണമായി മാറ്റാതിരിക്കാൻ ആ സമയത്ത് മുകളിൽ പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ഈ മൃതദേഹത്തിന് കാവൽ നിന്ന ഒരു ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ വർഷവും തിരുനാൾ ദിനം, വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ച ദിനം 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ പള്ളിയിലെ ആഘോഷമായ തിരുക്കർമ്മം തിരുനാൾ കുർബാന കഴിഞ്ഞ് ജനം മുഴുവനും പ്രദക്ഷിണത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരുസ്വരൂപം ആ കലുകുരിശിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ആകാശത്ത് 3 അതിലധികമോ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച എല്ലാ വർഷവും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ നേരിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ചപ്പോൾ ഈ കഴുകന്മാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊത്തി കീറാതിരിക്കാനായിട്ട്, ഛിന്നഭിന്നമാക്കാതിരിക്കാനായിട്ട് കാവൽ നിന്ന സുരക്ഷാ ഭടന്മാരെ പോലെ പെരുമാറിയത്. അത് ഇന്നും ആ പരുന്തുകൾ തുടരുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുന്ന കാര്യമാണ്. ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്നുണ്ട് ഇവിടെ. 1025-ാം വർഷമാണ് ഈ പള്ളി സ്ഥാപിതമായിട്ട്. AD 1001-ലാണ് ഈ പള്ളി സ്ഥാപിതമായത്. ഈ പള്ളി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലാണ്, സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുക. പക്ഷേ ഇവിടുത്തെ പ്രത്യക്ഷവും ഇവിടുത്തെ ഈ പള്ളി പോപ്പുലറായതും വിഖ്യാതമായതുമൊക്കെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരിലാണ്. ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട ചില ചരിത്ര സത്യങ്ങൾ ഇവിടെ ഉറങ്ങുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തെക്കുറിച്ചൊക്കെ കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. ചെല്ലുന്നിടങ്ങളിലൊക്കെ ഉള്ള അമ്പലവും പള്ളിയും ഒക്കെ തച്ചുടയ്ക്കുന്ന ഒരു രീതി പുലർത്തിപ്പോകുന്ന അദ്ദേഹം കാഞ്ഞൂർ പള്ളി ആക്രമിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് ജനം മുഴുവനും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി തീക്ഷ്ണമായി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പുണ്യാള ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആരോ ഒക്കെ ചെന്ന് ഈ ടിപ്പു സുൽത്താൻ്റെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. പുണ്യാളം വളരെ സിദ്ധിയുള്ള ആളാണ്, അത്ഭുത പ്രവർത്തകനാണ്, ആക്രമിക്കേണ്ട എന്ന് അദ്ദേഹത്തെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ കോപിഷ്ഠനാകുകയാണ് ചെയ്തത്. അത്രയ്ക്ക് സിദ്ധിയുള്ള പുണ്യാളനാണെങ്കിൽ നേരിട്ട് എന്നോട് സംസാരിക്കട്ടെ എന്നുള്ള ആ ഒരു പിടിവാശി അദ്ദേഹം കാണിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജനത്തിൻ്റെ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു എന്നാണ് പറയപ്പെടുന്നതും വിശ്വസിച്ചു പോരുന്നതും. എന്നെ ഇവിടെ ഇരുത്താൻ സമ്മതിക്കില്ലേ എന്ന് ആ തിരുസ്വരൂപം ചോദിച്ചത്രേ. അതോടെ ടിപ്പു സുൽത്താൻ പത്തി മടക്കി പള്ളി ആക്രമിക്കാതെ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയായിരുന്നു ചെയ്തത്.
ശക്തൻ തമ്പുരാനെക്കുറിച്ചും നമ്മുടെ പള്ളിക്ക് കുറേയേറെ ബന്ധങ്ങളുണ്ട്. ശക്തൻ തമ്പുരാൻ ജനിച്ചതും വളർന്നു വന്നതുമൊക്കെ ഈ പള്ളിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെ കോവിലകത്താണ്. അദ്ദേഹം പിന്നീട് യുവാവായി ഭരണം ഏറ്റെടുത്ത കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പലപ്പോഴും അസഹ്യത സൃഷ്ടിച്ചൊരു കാര്യമാണ് ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കതിന വെടിമുഴക്കം. അത് കൂടെ കേൾക്കുന്നത് അദ്ദേഹത്തിന് അസഹനീയമായിട്ട് തോന്നിയിട്ട് അദ്ദേഹം ഓർഡർ ഇട്ടു ഈ കഥനങ്ങളെല്ലാം വലിച്ചുവാരി പെരിയാറിൽ കൊണ്ടിടാനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ആ കാര്യം ചെയ്തു. കഥനങ്ങളെല്ലാം പെറുക്കി കൂട്ടി എല്ലാം പെരിയാറിൽ നിക്ഷേപിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടടുത്ത് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ജനം മുഴുവൻ പ്രദക്ഷിണമായിട്ട് ഇറങ്ങിയപ്പോൾ ഈ കഥനങ്ങളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടാൻ തുടങ്ങി എന്നാണ് എല്ലാവരും വിശ്വസിച്ച് പോരുക. അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഈ കാഴ്ച കണ്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ഭയപ്പാടുകളോ അല്ലെങ്കിൽ ഇതിനോടുള്ള വിരോധമോ ഒക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം പുണ്യവാനോട് ആദരവ് പ്രകടിപ്പിക്കുകയും അതിൻ്റെ സമ്മാനമായിട്ട് ഓർമ്മയായിട്ട് ഒരു ആനവിളക്ക് ഈ പള്ളിക്ക് സംഭാവന നൽകുകയും ചെയ്തു. മാത്രമല്ല ഈ ആനവിളക്കിൽ സ്ഥിരമായി എണ്ണ ഒഴിക്കാനായിട്ട് കുറേ സ്ഥലം പള്ളിക്ക് ദാനമായിട്ട് നൽകുകയും നിലവിൽ പള്ളി ഇരിക്കുന്ന സ്ഥലം കരമൊഴിവാക്കി കൊടുക്കുകയും ചെയ്ത കഥ ഇതിൻ്റെ പിന്നിലുണ്ട്, സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നീട് അദ്ദേഹം ഈ പള്ളിയുമായിട്ട് വളരെ സൗഹാർദ്ദമായ അന്തരീക്ഷത്തിലാണ് കടന്നു പോയിട്ടുള്ളതൊക്കെ. അങ്ങനെ വളരെയേറെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന പള്ളിയാണ്. ഇവിടെ വിളികേട്ട പുണ്യവാൻ എന്നാണ് എല്ലാവരും പുണ്യാനെ വിളിക്കുക. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ മുഴുവനും ഈ പുണ്യാളനെ വിളിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ പിന്നീട് വന്ന് നന്ദി പ്രകടിപ്പിക്കാൻ വരുന്നൊരു രംഗമുണ്ട്. ഒരുപാട് പേര് അവരുടെ കൃതജ്ഞതാ പ്രകാശനം ഇവിടെ ഒന്ന് നടത്താറുണ്ട്. അത് പുണ്യാളനോടുള്ള സ്നേഹവും ഭക്തിയും നന്ദിയും പ്രകടിപ്പിക്കുന്നതാണ്. കാരണം തങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയ ആ ഒരു നിർവൃതിയോടെ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അവർ വീണ്ടും തിരുനടയിൽ വന്ന് പുണ്യാളനോട് ആ ഭക്തി രേഖപ്പെടുത്തുകയും ചിലപ്പോൾ കാണിക്കയായിട്ട് പലതുമൊക്കെ സമർപ്പിച്ചിട്ട് പോവുകയും ചെയ്യുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കൂടുതൽ പേരും നടത്തുന്ന നേർച്ച അമ്പ് എടുത്തു വയ്ക്കലാണ്. പുണ്യവാളനെ കൊല്ലാൻ ഉപയോഗിച്ച ആ അമ്പ് വളരെ പൂജ്യമായി താലത്തിൽ ഈ പള്ളിക്ക് 3 പ്രാവശ്യമൊക്കെ വലം വെച്ച് പോകുന്ന നേർച്ച കാഴ്ച വളരെ പ്രമാദമാണ്. ഒരുവിധം ആളുകളൊക്കെ അത് ചെയ്യുന്നവരാണ് വിശ്വസിച്ചുകൊണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്ക് വിശുദ്ധൻ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 19ഉം 20ഉം തീയതികളിലാണ് ആഘോഷമായ തിരുനാൾ. 26ഉം 27ഉം തീയതികളിൽ 8ാം ഇടം തിരുനാളാണ്. ഈ അവസരങ്ങളിലേക്കൊക്കെ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നന്ദി. വിശുദ്ധ സെബസ്ത്യാനോസ് വഴി നിങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.